Today we will discuss about derivatives and limits. The first chapter is chapter 1, derivatives and limits. അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഡെറിവേറ്റീവ്സ് ആണ് ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഡെറിവേറ്റീവ്സ് എങ്ങനെ വന്നു, ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഡെറിവേറ്റീവ് എങ്ങനെ വന്നു എന്നുള്ളൊരു രീതിയിൽ രണ്ട് ആപ്ലിക്കേഷൻ ആണ് ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ വെലോസിറ്റി ഡെറിവേറ്റീവ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. അതിന് മുന്നേ അതെങ്ങനെ വന്നു എന്നാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. To analyze velocity, imagine a particle moving along a straight line from a point O, and that the function y equal to f of x. Y equal to f of x describe the position of the moving particle. Describes the position of the moving particle at time t. സോറി, ഇവിടെ എഫ് ഓഫ് എക്സ് ആണല്ലോ. അപ്പോൾ അറ്റ് ടൈം എക്സ്, ഹിയർ എക്സ് designate the time in seconds and y designate the distance traveled in x. y എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏത് വൈയിലാണ് ഇരിക്കുന്നത് അത് പൊസിഷൻ ആണ്. അപ്പൊ y എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആയിട്ടും x എന്ന് പറയുന്നത് ടൈം ആയിട്ടും നമ്മൾ റെപ്രസെന്റ് ചെയ്യും. y designate the distance traveled in x seconds. അപ്പോൾ നമ്മൾ ഈ സ്ട്രേറ്റ് ലൈനാണ് നമ്മുടെ പർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ സപ്പോസ് ദാറ്റ് ഈ പർട്ടിക്കിൾ പാസസ് ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ. പി ക്യൂ എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് ഇതിൽ വരയ്ക്കുക. ഇത് മൂവ് ചെയ്യുന്ന, അപ്പൊ ഈ പിയും ക്യൂവും കവർ ചെയ്തിട്ട് നമ്മുടെ പർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്. നമ്മുടെ പർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ പിയും ക്യൂവും കവർ ചെയ്തത് പോവാം. പാസസ് ദ പോയിന്റ് പി ആൻഡ് ക്യൂ അറ്റ് ദ ടൈംസ് എക്സ് നോട്ട് ആൻഡ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. പി കവർ ചെയ്യുന്ന ടൈം എക്സ് നോട്ടും ക്യൂ കവർ ചെയ്യുന്ന ടൈം എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ ഇവിടെ പി കവർ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് എക്സ് നോട്ട് ആണ്. ക്യൂ കവർ ചെയ്യുന്ന ടൈം ആണെങ്കിൽ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇഫ് വൈ നോട്ട് ആൻഡ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആർ ദ റെസ്പെക്റ്റീവ് ഡിസ്റ്റൻസ് ഓഫ് പി ആൻഡ് ക്യൂ. അപ്പോ ഈ ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? വൈ നോട്ട് ആണ് ഈ ഡിസ്റ്റൻസ്. അതുപോലെ ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ. അങ്ങനെയാകുമ്പോൾ ഇത് വൈ നോട്ട് ആണ്, ഇത് ഡെൽറ്റ വൈ വരും. ഇഫ് വൈ നോട്ട് ആൻഡ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആർ ദ റെസ്പെക്റ്റീവ് ഡിസ്റ്റൻസ് ഓഫ് പി ആൻഡ് ക്യൂ ഫ്രം ദ ഫിക്സഡ് പോയിന്റ് O. ദെൻ നമുക്ക് വൈ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയും. ദെൻ വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആൻഡ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയാം. പിന്നെ നമുക്ക് ആവറേജ് വെലോസിറ്റി ഡിഫൈൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ അറിയുമെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി ഡിഫൈൻ ചെയ്യാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നൊക്കെ പറയാം. അപ്പൊ ആ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഡിസ്റ്റൻസും അതുപോലെ ആ ടൈമും, പിയിലുള്ള ടൈമും ക്യൂവിലുള്ള ടൈമും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവറേജ് വെലോസിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പൊ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നതാണ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവെൽ ഡെൽറ്റ എക്സ് ഈസ് ഡിഫൈൻഡ് സിംപ്ലി ആസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ദ elapsed ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്
ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. Therefore, average velocity equal to distance traveled divided by time elapsed. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഡെൽറ്റ വൈ ആണ്. പിന്നെ അതുപോലെ ടൈം എടുത്തത് ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ അവിടെ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ആണ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പൊ ഇതാണ് ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവറേജ് വെലോസിറ്റിയിൽ ഡെൽറ്റ എക്സ് സഫിഷ്യൻ്റ്ലി സ്മോൾ ആവുമ്പോൾ എന്ന് വെച്ചാൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നിയർലി 0 ആവുമ്പോൾ ഉള്ള ആവറേജ് വെലോസിറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ലിമിറ്റ് ഒക്കെ പോലെ, പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ലിമിറ്റ് ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. ഡെൽറ്റ എക്സ് 0യിലേക്ക് അടുക്കുമ്പോൾ ഉള്ള വാല്യൂ, അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വി ഈസ് ദ ആവറേജ് വെലോസിറ്റി വെൻ ഡെൽറ്റ എക്സ് ഈസ് സഫിഷ്യൻ്റ്ലി സ്മോൾ, ദാറ്റ് ഈസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് വെൻ ഡെൽറ്റ എക്സ് ഈസ് നിയർലി 0. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് വെൻ ഡെൽറ്റ എക്സ് നിയർലി 0. അപ്പൊ അങ്ങനെയാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. അപ്പൊ ഇനി ഇത് ഓരോന്ന് കാണാനായിട്ട് നമുക്ക് സ്റ്റെപ്പുകളായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഓരോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ദ ആവറേജ് വെലോസിറ്റി അറ്റ് ഓവർ ദ ഇന്റർവെൽ x0 ടു x0 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കുക, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് ആ എക്സ്പ്രഷൻ ഫൈനലായിട്ട് കിട്ടുന്ന എക്സ്പ്രഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ്. പറ്റുമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക. ഡെൽറ്റ എക്സുകൾ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. ന്യൂമറേറ്ററിൽ ഡെൽറ്റ എക്സുകൾ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അതുപോലെ അത്രയും സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒക്കെ ഡെൽറ്റ എക്സുകൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഡെൽറ്റ എക്സ് മിനിമം ആകുമ്പോൾ ഡെൽറ്റ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആവറേജ് വെലോസിറ്റിന്റെ വാല്യൂ കിട്ടും. ഇപ്പൊ നമ്മൾ സിംപ്ലിഫൈ ചെയ്തതിൽ ഡെൽറ്റ എക്സ് 0 കൊടുത്താൽ എന്ത് കിട്ടും? അതാണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അത് കാണാൻ 3 സ്റ്റെപ്പ് നമ്മളിവിടെ പറഞ്ഞത് തന്നെ അത്രേ ഉള്ളൂ. ആവറേജ് വെലോസിറ്റി വേണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കാനായിട്ട്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലെറ്റ് y equal to 3x square plus x represents the distance a bus has traveled in meters. After x seconds, find delta y and average velocity during the time interval delta x for the following situations. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. x0 തന്നിട്ടുണ്ട്, ഡെൽറ്റ എക്സും തന്നിട്ടുണ്ട്. ഡെൽറ്റ വൈ കണ്ടുപിടിക്കണം, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം, ഫസ്റ്റ് നമുക്ക് എ ചെയ്യാം, ബി നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ വൈ തന്നിട്ടുണ്ട്. Given that the distance the bus traveled after x second, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. Given that the distance the bus traveled after x seconds, അതെന്താണ്? y equal to f of x. സ്റ്റെപ്പുകൾ എഴുതിയാലേ മാർക്കുകൾ കിട്ടുള്ളൂ എക്സാമിന്. അപ്പോൾ ഇത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തേക്കുന്ന ഫംഗ്ഷൻ അല്ലേ, അതിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇനി എ പാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x² plus x ആണ്. The distance the bus traveled after x0 equal to 2 seconds. The distance the bus traveled after x0 equal to 2 seconds is y0, which is equal to f of x0. അപ്പൊ എന്ത് വരും? എക്സിന് പകരം x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 3x0² plus x0. അതിൽ നമുക്ക് x0ന്റെ വാല്യൂ നമുക്കറിയാം, ഇവിടെ 2 തന്നിട്ടുണ്ട്.
ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. അപ്പൊ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 × 2 സ്ക്വയർ പ്ലസ് 2. അപ്പൊ നമുക്കിവിടെ 4 × 3 12 പ്ലസ് 2 14. ഇവിടെ y0 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ മീറ്ററിലാണ് അല്ലെ. 14 meters എന്ന് കിട്ടും. ഇനി ഡിസ്റ്റൻസ് ദ ബസ് ട്രാവൽഡ് ആഫ്റ്റർ x0 plus delta x. x0 plus delta x seconds. ഇതെന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 plus delta x എന്ന് പറഞ്ഞാൽ 0.5 ആണ്, ഈക്വൽ ടു 2.5 സെക്കൻഡ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് y0 plus delta y ആണ്. എന്ത് വരും? f of x0 plus delta x ഈക്വൽ ടു f of x0 plus delta x എന്താ? 2.5 ആഡ് ചെയ്തു. അപ്പൊ ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 × 2.5 സ്ക്വയർ പ്ലസ് 2.5. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 2.5 സ്ക്വയർ × 3 പ്ലസ് 2.5 ചെയ്യുമ്പോൾ 21.25 meters കിട്ടും. y0 plus delta y കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെൽറ്റ y കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റ y കണ്ടുപിടിക്കാം. therefore delta y equal to y0 plus delta y minus y0, which is equal to 21.25 minus 40. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.25 meters കിട്ടും. അപ്പൊ നമുക്ക് ഡെൽറ്റ y കിട്ടി. ഇനി നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ. therefore ആവറേജ് വെലോസിറ്റി equal to delta y by delta x, which is equal to 7.25 ആണ് delta y. delta x എന്താ? 0.5. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ 14.5. അപ്പോൾ ഇത് മീറ്ററിലും ഇത് സെക്കൻഡിലുമാണ്. അപ്പൊ നമ്മളത് മീറ്റർ പെർ സെക്കൻഡിലാണ് വെലോസിറ്റി വരിക. മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ഇതിന്റെ ആവറേജ് വെലോസിറ്റിന്റെ യൂണിറ്റ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതാണ്. അപ്പൊ ഈ പോയിന്റുകൾ മാത്രമായിട്ട് നോട്ട് ചെയ്യാതിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളും കൂടെ അതിനിടയിൽ ആഡ് ചെയ്ത് വിടുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.